അബദ്ധത്തിൽ ഒരു 6 അക്ക കോഡ് SMS ആയി അയച്ചിട്ടുണ്ട്. അത് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യാമോ? നിങ്ങളുടെ വാട്സപ്പ് കോൺടാക്റ്റിലുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊരു മെസ്സേജിന് തിരികെ മറുപടി നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിലേക്ക് എത്തും. അതെ, സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി ഇങ്ങനെയൊരു തട്ടിപ്പ് വ്യാപകമാവുകയാണ്. വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന ഡിജിറ്റൽ തട്ടിപ്പ് മാഫിയയാണ് ഇതിന് പിന്നിൽ. നേരത്തെ ഇതിന് സമാനമായ രീതിയിൽ ഫേസ്ബുക്കിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. അതൊരു അക്കൗണ്ടിന് സമാനമായി മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്നത് ഹാക്കിംഗ് എന്ന കുതന്ത്രമാണ്. സംസ്ഥാനത്ത് നിരവധി ആളുകളാണ് വാട്സപ്പ് ഹാക്കിങ്ങിന് വിധേയരായത്. നിരവധി പേർ സൈബർ പോലീസിനെ ഇതിനോടകം സമീപിച്ചും കഴിഞ്ഞു. ഒന്നെങ്കിൽ OTP അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തുന്നത്. പരിചയക്കാരുടെ നമ്പറുകൾ വഴി OTP നമ്പർ ചോദിച്ചുകൊണ്ടാണ് തട്ടിപ്പ് സംഘം വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത്. OTP നമ്പർ നമ്മൾ അയച്ചു കൊടുത്താൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും. നമുക്ക് പരിചയമുള്ള നേരത്തെ ഹാക്ക് ചെയ്യപ്പെട്ട ഒരാളുടെ നമ്പറുകളിൽ നിന്നാകും ഇത്തരത്തിൽ മെസ്സേജ് വരുന്നത്. തുടർന്ന് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും കോൺടാക്ട് ലിസ്റ്റിലെ അംഗങ്ങൾക്കും ഇത്തരത്തിൽ OTP ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ എത്തും. പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശം അയക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ഹാക്ക് ചെയ്ത വാട്സപ്പ് അക്കൗണ്ടുകൾ വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും. പാസ്വേഡ് മാറ്റി സുരക്ഷിതമാക്കാനോ ലോഗൌട്ട് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാനോ കഴിയാത്ത വിധമാണ് ഹാക്കർമാർ അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. OTP സംഘടിപ്പിച്ച ശേഷം അക്കൗണ്ട് വരുതിയിലാക്കുന്ന ഹാക്കർമാർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് തിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് കാരണമാകുന്നത്. 7 ദിവസം കാത്തിരിക്കാനുള്ള നിർദ്ദേശമാണ് പരാതി നൽകിയവരിൽ ഭൂരിഭാഗത്തിനും വാട്സപ്പ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. തന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന മുന്നറിയിപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കൾക്കും അയച്ചാലും പ്രയോജനമുണ്ടാകില്ല. വാട്സപ്പ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന തട്ടിപ്പുകാർ തന്നെ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും. ഹാക്ക് ചെയ്യപ്പെട്ടാൽ വാട്സപ്പ് മുഖേന പങ്കുവെക്കുന്ന ചിത്രങ്ങൾ, സന്ദേശങ്ങൾ, വീഡിയോ എന്നിവയെല്ലാം തട്ടിപ്പുകാർക്ക് കിട്ടും. എന്നാൽ വാട്സപ്പ് ഹാക്കിങ്ങും തട്ടിപ്പുകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഹാക്കർമാരിൽ നിന്ന് രക്ഷപ്പെടാൻ വാട്സപ്പ് അക്കൗണ്ടുകളിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ആക്കുക എന്നതാണ് ഫലപ്രദമായ മാർഗം. പ്രധാനമായി OTP, പാസ്വേഡുകൾ എന്നിവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് വാട്സപ്പ് ഹാക്കിങ്ങുകൾക്ക് ഇടയാക്കും. ഒറ്റത്തവണ പാസ്വേഡ് അല്ലെങ്കിൽ വാട്സപ്പ് വെരിഫിക്കേഷൻ കോഡ് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക. ഹാക്കർമാർക്ക് ഈ കോഡ് കിട്ടിയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ കഴിയും. കൂടാതെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പിൻ ലളിതമോ എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാവുന്നതോ ആയ പിൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ രഹസ്യ പിൻ മനസ്സിലാക്കാൻ ഹാക്കർമാർക്ക് കഴിയും. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. സന്ദേശങ്ങളിലൂടെയോ ഇമെയിലുകളിലൂടെയോ ലഭിക്കുന്ന അജ്ഞാതമായതോ സംശയാസ്പദമായതോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് തട്ടിപ്പുകാരുടെ വലയിൽ വീഴുന്നത് കാരണമാകുന്നു. സുരക്ഷിതമല്ലാത്ത പൊതു വൈഫൈ നെറ്റ്വർക്കുകളിലൂടെ വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുക. തട്ടിപ്പുകൾ വ്യാപകമാകുന്നതിനാൽ തട്ടിപ്പുകൾ പരമാവധി ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കണം. അനാവശ്യമായി പണവും OTPയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക.